എന്തുകൊണ്ടാണ് LED ബൾബ് ഹലജൻ ബൾബിൽ നിന്നും HID ബൾബിൽ നിന്നും യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് LED ബൾബിന്റെ ഡിസ്അഡ്വാൻറ്റേജിന്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആൽബിൻ വർഗീസ്, എവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. LED ഹെഡ്ലൈറ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് ചാനലും കൂടി ഉണ്ട്, ടോർക്ക് TV എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇന്നലെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾ R15 വെർഷൻ 3.0 അല്ലെങ്കിൽ R15 എന്തുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് LED ഡിസ്അഡ്വാൻറ്റേജിലേക്ക് തന്നെ കടക്കാം. LED എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെയധികം ലൈഫ് സ്പാൻ ആയിട്ടുള്ള വളരെയധികം ലൈഫ് കിട്ടുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് LED ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ LED ഹെഡ്ലൈറ്റിന് ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രോബ്ലം പറ്റുകയാണെങ്കിൽ മൊത്തമായിട്ട് ഫുൾ സിസ്റ്റം ആയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പൊ അത് ചെലവേറിയ ഒരു കാര്യം തന്നെയാണ്. ഒരു ബൾബ് മാറ്റുന്നതുകൊണ്ട് ചിലപ്പോൾ അത് റെഡി ആവണമെന്നില്ല, ചിലപ്പോൾ ഫുൾ സിസ്റ്റം ആയിട്ട് തന്നെ മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ ഓൾറെഡി വരുന്ന ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീൽ ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ സിസ്റ്റം മാറ്റുക എന്ന് പറയുന്നത് വളരെയധികം ചെലവേറിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് LED ആദ്യത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് LED എന്ന് പറയുകയാണെങ്കിൽ LED എന്ന് പറയുന്നത് നമുക്ക് കൂളിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ഒരു കാര്യം ആവശ്യമുണ്ട്. പ്രത്യേകം ഒരു സിസ്റ്റം തന്നെ കൂളിങ്ങിന്റെ ആവശ്യത്തിന്. പ്രത്യേകിച്ച് LED എന്ന് പറയുന്ന ഈ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് പ്രത്യേകിച്ച് പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയതോ അല്ലെങ്കിൽ ഒരു കൂളിങ്ങിന് വേണ്ടിയായിട്ടുള്ള ഒരു സിസ്റ്റം കൂടി LED ആവശ്യമാണ്. കൂളിംഗ് പോലെ തന്നെ LED ഒരു കൺട്രോൾ സിസ്റ്റം കൂടി അത്യാവശ്യമാണ് അതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ കൺട്രോൾ സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ LED എന്ന് പറയുന്നത് ഹലജൻ ബൾബിനേക്കാളും വളരെയധികം ഒരു എന്താ പറയുക അത്രയധികം ഒരു പെർഫോമൻസ് തരുന്ന ഒരു ബൾബ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ LED ഒരു കൺട്രോൾ സിസ്റ്റം കൂടി അത്യാവശ്യമാണ്. അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് LED എന്ന് പറയുന്നത് ഇത് വളരെയധികം സെൻസിറ്റീവ് ആണ്, വോൾട്ടേജിനോട് വളരെയധികം സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പവർ ഡ്രോപ്പ് വന്നാൽ പോലും LED ബൾബ് അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം വലിയൊരു പ്രോബ്ലം തന്നെയാണ് LED. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഒരു ബൾബായിട്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നില്ല, വോൾട്ട് സിസ്റ്റം ആയിട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അത് വളരെയധികം ചെലവേറിയ ഒരു കാര്യം തന്നെയാണ്. അടുത്ത LED കാര്യം ഞാൻ പറഞ്ഞിരുന്നു, വളരെയധികം വിലയേറിയ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് LED. അത്രയധികം കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് LED വരുന്നത്. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത് LED ക്വാളിറ്റിയാണ്. പല ടീംസ് അല്ലെങ്കിൽ പല മാനുഫാക്ചേഴ്സ് ആണ് LED ബൾബ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു LED ബൾബ് കണ്ടുപിടിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നല്ല കമ്പനിയുടെ നല്ല LED ബൾബ് യൂസ് ചെയ്യുകയാണ് എപ്പോഴും ലൈഫിനാണെങ്കിലും അതുപോലെ തന്നെ ബാറ്ററിക്കാണെങ്കിലും LED ഹെഡ്ലൈറ്റിനാണെങ്കിലും അതിൻ്റെ ഒരു ഗുണം കിട്ടുക. അടുത്ത ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ആ ഒരു വീഡിയോയിൽ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു LED ബൾബ് മഴയത്ത് അതുപോലെ തന്നെ ഫോഗൊക്കെ വരുമ്പോൾ യൂസ്ഫുൾ അല്ല എന്നുള്ളത്. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ചെറിയ ബൈക്കുകളിൽ വരുന്ന LED ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ട് LED ഹെഡ്ലൈറ്റ് ആണ്. ആ LED ഹെഡ്ലൈറ്റ് ഇപ്പൊ നമുക്ക് ഫോഗ് അതുപോലെ തന്നെ റെയിൻ, കുറച്ച് കോൾഡ് ആയിട്ടുള്ള വെറ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷനിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വെളിച്ചം തരില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ് LED ഹെഡ്ലൈറ്റിന്റെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു നല്ലൊരു മഞ്ഞുള്ള സമയത്താണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും കാണില്ല. നമ്മൾ ഹെഡ്ലൈറ്റ് അടിച്ച് നമുക്ക് നേരെ കിട്ടുന്ന വിഷ്വൽ എന്ന് പറയുന്നത് മഞ്ഞ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോഗിന്റെ കണ്ടീഷൻ ആയിരിക്കും. ഒരിക്കലും നമുക്ക് വിചാരിച്ചൊരു വെളിച്ചം കിട്ടില്ല. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഹലജൻ ബൾബിന്റെ ഉപകാരങ്ങൾ മനസ്സിലാക്കുക. കാരണം ഹലജൻ ബൾബ് മഞ്ഞിലാണെങ്കിലും അതുപോലെ തന്നെ മഴയിലാണെങ്കിലും നല്ലൊരു പ്രകാശം, അത്യാവശ്യം പ്രകാശം തരുന്ന ഒരു ബൾബ് തന്നെയാണ് ഹലജൻ ബൾബ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ ഫോഗ് ലാമ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഫോഗ് ലാമ്പ് എടുത്ത് കാണുന്നത് നമ്മുടെ KSRTC ബസ്സിലൊക്കെ ചെറിയ ഫോഗ് ലാമ്പ് നമുക്ക് കാണാം. ഈ മൂന്നാർ അതേപോലെ ഓടിക്കുന്ന ബസ്സിലൊക്കെ ഫോഗ് ലാമ്പ് ഉണ്ടാവും. അപ്പൊ LED ബൾബിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് റെയിനി സീസണിൽ അതുപോലെ തന്നെ മഞ്ഞ് സീസണിൽ അതുപോലെ ഫോഗുള്ള ടൈമിലൊക്കെ നമുക്ക് ആ ഒരു വലിയൊരു വിസിബിലിറ്റി നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിസിബിലിറ്റി കിട്ടില്ല. ഹലജൻ ബൾബുള്ള ഹെഡ്ലൈറ്റ് ഓടിച്ചവർക്ക് അറിയാം, നമുക്ക് മഞ്ഞിലാണെങ്കിലും മഴയത്താണെങ്കിലും അത്യാവശ്യം ഫോഗുള്ള കണ്ടീഷനിലാണെങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ വലിയൊരു പ്രശ്നം വരാറില്ല. പക്ഷെ ഇപ്പോൾ LED ഉള്ള ബൈക്കുകളിലാണെങ്കിലും കാറുകളിലാണെങ്കിലും നമുക്ക് മഞ്ഞ് അതുപോലെ തന്നെ വെറ്റ് കണ്ടീഷൻ ഫോഗ് കണ്ടീഷനിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു പ്രകാശം നമുക്ക് ലഭിക്കാറില്ല. അത് ഈ LED വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ അത് പരിഹരിക്കാനായിട്ട് LED യെല്ലോ കളറിലുള്ള LEDs ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് LED ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാവോ.